പാർട്ട് 2. ചിത്തശുദ്ധിയോടെന്നെ സേവിച്ചു ചിരകാലം പുത്രലാഭാർത്ഥം പുരാ കശ്യപ പ്രജാപതി ദത്തമായിതുവരം സുപ്രസന്നേന മയാ തദ്വജ സത്യം കർത്തുമുദ്യോഗമദ്ദൈവമേ. കശ്യപൻ ദശരഥനാംന രാജേന്ദ്രനായി കശ്യപീതലേ തിഷ്ടത്യധുനാ വിധാതാവേ. തസ്യ വല്ലഭയാകും അതിഥി കൗസല്യയും തസ്യാത്മജനായി വന്നു ഞാൻ ജനിച്ചിടും. മത്സഹോദരന്മാരായി 3 പേരുണ്ടായി വരും. ചിൽസ്വരൂപിണി മമ ശക്തിയാം വിശ്വേശ്വരി. യോഗമായ ദേവിയും ജനകാലയെ വന്നു കീകസാത്മജകുലനാശകാരിണിയായി. മേദിനി തന്നിലയോ നിജയായുണ്ടായി വരും. ആതിഥേയന്മാർ കവിവീരരായി പിറക്കണം. മേദിനി ദേവിക്ക് അതിഭാരം കൊണ്ട് ഉണ്ടായൊരു വേദന തീർപ്പാൻ എന്നാൽ അരുൾ ചെയ്തു നാഥൻ. വേദനായകനെയും അയച്ചു മറഞ്ഞപ്പോൾ വേദാവും നമസ്കരിച്ചിടിനാൻ ഭക്തിയോടെ. ആതിഥേയന്മാരെല്ലാം ആദി തീർന്നതു നേരം ആദിനായകൻ മറഞ്ഞിടിനോരാശ നോക്കി. ഖേദവും അകന്നുള്ളിൽ പ്രീതി പൂണ്ടുടനുടൻ മേദിനി തന്നിൽ വീണ് നമസ്കാരവും ചെയ്താർ. മേദിനി ദേവിയെയും ആശ്വസിപ്പിച്ച ശേഷം വേദാവും ദേവകളോട് അരുളി ചെയ്താനേവം. ദാനവാരാധി കരുണാനിധി ലക്ഷ്മീപതി മാനവപ്രവരനായി വന്നവതരിച്ചിടും വാസരാധീശാന്വയെ. സാദരം അയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം. വാസുദേവനെ പരിചരിച്ചു കൊള്ളുവാനായി ദാസഭാവേന ഭൂമിമണ്ഡലേ പിറക്കണം. മാനിയാം ദശാനനാഭൃത്യന്മാരാകും യാതുദാനവീരന്മാരോട് യുദ്ധം ചെയ്വതിന്നോരോ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായ ഏതും വൈകിടാതെ. സൂത്രാമാദികളോടു പത്മസംഭവൻ നിജഭർത്തൃശാസനമരുൾ ചെയ്തുടൻ കൃതാർത്ഥനായി സത്യലോകവും ബുക്കു സത്വരം ധരിത്രിയും മത്സന്താപമതിസ്വസ്ഥയായി മരുവിനാൾ. തൽക്കാലേ ഹരിപ്രമുഖന്മാരാം വിഭുതന്മാരൊക്കവേ ഹരിരൂപധാരികളായാരല്ലോ. മാനുഷഹരി സഹായാർത്ഥമായി തതസ്തതോ മാനുഷഹരി സമവേഗ വിക്രമത്തോടെ വൃക്ഷോപലയോധികളായി ഉന്നതങ്ങൾ ഉന്നത പർവ്വതതുല്യ ശരീരന്മാരായി അനാരതം ഈശ്വര പ്രതീക്ഷമാണന്മാരായി പ്ലവക വൃന്ദേശ്വരന്മാരും ഭുവി സുഖിച്ചു വാണാരല്ലോ. പുത്രലാഭാലോചന. അമിത ഗുണവാന നൃപതി ദശരഥൻ അമലനയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അംഗജസമൻ കരുണാരത്നാകരൻ. കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാർ ഇവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത കൊണ്ട് പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്ത് ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്ക് രാജ്യാദി സമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും. വരിഷ്ഠതബോധനൻ വസിഷ്ഠൻ അത് കേട്ട് ചിരിച്ചു. ദശരഥനപനോട് അരുൾ ചെയ്തു, നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരും. അതു നിനച്ച് ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. വരുത്തണം ഋഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. പുത്രകാമേഷ്ടി. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാൻ അതുകാലം.
അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വസൽഭക്തിയോടും പുത്രകാമേഷ്ടികർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്ന് പൊങ്ങിനാൻ വന്യദേവൻ. താപകം പുത്രീയം ഇപ്പായസം കൈക്കൊള്ളുക നീ, ദേവനിർമ്മിതമെന്ന് പറഞ്ഞു പാവകനും ഭൂപതിപ്രവരനു കൊടുത്തു മറഞ്ഞിതോ. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി ദാനം തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയിയും മന്നവൻ അത് കണ്ട് സന്തോഷം പൂണ്ടാനേറ്റം. തൻ പ്രജകൾക്കു പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിതു മൂവരും അതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാർ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു. നൃപേന്ദ്രനും തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതോ സന്താപം ദിനം തോറും. അല്പഭാഷിണീമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്ത പുംസവനാദിക്രിയകളും ചെയ്ത് കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവീരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞു കാലമർപ്പകന്മാരും 4 പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയിയും പുഷ്യ നക്ഷത്രം കൊണ്ടേ. പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രയുധം ഉദിച്ചുയരുന്നതുപോലെ. സഹസ്രപത്രോത്ഭവ നാരദ സനകാദി നേത്രമുഖ ഭൂപതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മല മകുടവും സുന്ദരചിഗുരവും അളകസുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ്ണ നയനവും ആരുണ്യാംബരപരിശോഭിത ജഖനവും. ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും. കുണ്ടലമുക്താഹാര കാഞ്ചി നൂപുരമുഖ മണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൽസാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിദാനം വന്ദിച്ചു തരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ തരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടിയുമായ ദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ച് രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയം ആശ്രയിച്ചെന്ന്
എന്തിന്നിതെന്ന് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യൻ അനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജരാ നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസപത്മധൂപൻ വിദ്വന്മാനസപത്മമധുപവനൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രാകനല്ലോ നിന്തിരുവടി ന്യൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്ത് കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാം എനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംബുജം കാണാനും യോഗം വന്നു. ത്വൽകാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശമോഹിപ്പിച്ചഴായികമാം ലക്ഷ്മീപദേ. കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണം മറ്റുള്ളവർ കാണും മുൻപേ. ലാളനാശ്ലേഷാദ്യനോ രൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമ കാട്ടണം ദയാനിധേ. പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു, മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതും അന്തരമില്ല ചിന്തിച്ചവണ്ണം വരും. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കോ വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമര പ്രവരന്മാരാൽ. ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖ അമരപ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്ക് തനയനായി മാനുഷവേഷം പൂണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരതു കാരണമിപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളൊന്നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊള്ളുകന്നാൽ വന്നിടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദമിതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം. ഇത്തരം അരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ട് സത്വരം കയ്യും കാലും കുടഞ്ഞു കരയുന്നോൻ. ഇന്ദ്രനിലാഭ പൂണ്ട സുന്ദര രൂപ ഇന്ദ്രനിലാഭ പൂണ്ട സുന്ദരരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മചന്ദ്രചൂഡാരവിന്ദ മന്ദിര വൃന്ദാരകാവൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ.
നന്ദനനുണ്ടായതെന്നാശു കേട്ടൊരു പങ്ക്തിസ്യന്തനത പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യ അഖിലാർത്ഥ ദാനങ്ങൾ ചെയ്താൻ. പുത്രവക്ത്രാബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു. പിന്നെ ജാതനായിതു കൈകേയി സുതൻ പിറ്റേന്നാളും. സുമിത്രപുത്രന്മാരായുണ്ടായി ഇത് ഇരുവരും മിത്രാന്തകൻ ദശരഥനും യഥാവിധി. ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും ചെയ്തിതു. പെയ്തിതു സന്തോഷം കൊണ്ട് അശ്രുക്കൾ ജനങ്ങൾക്കും. സ്വർണരത്നൗക വസ്ത്ര ഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു. ഭൂദേവനാം വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. സമസ്ത ലോകങ്ങളും ആത്മാവാം വിഭങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമള കുമാരന് രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ. ഭരണനിപുണനാം കൈകേയിതനയന് ഭരതനെന്നും നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്ന് തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും 4 പുത്രന്മാർക്കും വിധിച്ചേവം ഭൂമിപാലനം ഭാര്യമാരുമായി ആനന്ദിച്ചാൻ.